കോട്ടയം ജില്ലയിലും മഴ കനക്കുകയാണ്. പാലായിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പാലായി നഗരത്തിലേക്കടക്കം നേരത്തെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഇപ്പോഴും മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. വാകത്താനം ചക്കംചിറയിൽ വെള്ളക്കെട്ടിൽ വീണ് 11 വയസ്സുകാരൻ മരിച്ചു എന്ന വിവരവും വരികയാണ്. ഷിനോജ് ജസ്റ്റ് ചേരുന്നുണ്ട്. ഷിനോജ്, ഇപ്പോഴും മഴ ശക്തിപ്പെടുകയാണോ? പാലായിൽ എന്താണ് സ്ഥിതി? മരണപ്പെട്ട 11 വയസ്സുകാരനെ കുറിച്ചുള്ള വിവരങ്ങൾ, അപകടം എങ്ങനെ സംഭവിച്ചു? പ്രത്യേകിച്ച് മഴയുമായി ബന്ധപ്പെട്ട് കോട്ടയത്തെ മൂന്നാമത്തെ മരണമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രാവിലെ പൂഞ്ഞാറിൽ ഉരുൾപൊട്ടൽ കാരണം 2 പേർ മരിച്ചിട്ടുണ്ടായിരുന്നു, റജീനയും മകൻ ജോസഫിനും. ഇപ്പോൾ വാകത്താനം ചക്കഞ്ചിറയിലാണ് ഇത്തരത്തിൽ 11 വയസ്സുകാരൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിരിക്കുന്നത്. മിലൻ കെ ഷിജു എന്നാണ് പേര്. വീടിന് സമീപത്ത് തന്നെയുള്ള ഒരു ജൽജീവൻ മിഷന്റെ വാട്ടർ ടാങ്കിന് വേണ്ടി നിർമ്മിക്കാൻ വേണ്ടി എടുത്ത കുഴി, ആ കുഴിക്ക് സമീപത്ത് ആണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും അതിലേക്ക് വീണാണ് ഈ കുട്ടി മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇന്നലെയും സഹോദരിക്കൊപ്പമൊക്കെ തന്നെ അതിന് സമീപത്തിരുന്ന് ഈ കുട്ടി കളിച്ചതാണ്. പക്ഷേ ഇന്നലെ രാത്രി നമുക്കറിയാം കനത്ത മഴയാണ് ജില്ലയിൽ ഉടനീളം ഉണ്ടായത്. ആ മഴയിൽ തുടർന്ന് ഈ കുളത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഇന്ന് അത് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ടിലേക്ക് വീഴുകയും മരണം സംഭവിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. MGM സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുമെന്നാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതീക്ഷ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലായിൽ കനത്ത മഴയാണ് പാലായിൽ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന മഴ അതിന് സമാനമായ രീതിയിൽ, രാത്രി പെയ്ത മഴയ്ക്ക് സമാനമായ രീതിയിലുള്ള മഴ ഇപ്പോഴും പാലായിലുണ്ട്. ഇന്ന് രാവിലെ ഒരു 6:15 കൂടി ഈ റൂട്ടിലൂടെ, ഈ കാണുന്ന റോഡിലൂടെ നമ്മൾ പോയ സമയത്ത് ഈ റോഡിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതിരുന്ന റോഡാണ്. ആ റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴുത്തോളം ഭാഗത്ത് അതുവരെ വെള്ളമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ വെള്ളം കയറുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയൊക്കെ തന്നെ ഈ വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു പ്രതീക്ഷയൊക്കെ തന്നെ നാട്ടുകാർക്ക് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല. പാലായെ സംബന്ധിച്ച് വെള്ളം കയറി വരുന്നതാണ് ഏറ്റവും ആശങ്കയായി മാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ റോഡ്, പാലായിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ തന്നെ രാവിലെ തന്നെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ തന്നെ രാവിലെ വെള്ളം ഒന്നും തന്നെ കയറാതിരുന്ന ഭാഗങ്ങളൊക്കെയാണ്. അവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ വെള്ളം കയറി ഇത്തരത്തിൽ ബുദ്ധിമുട്ടേറി വെള്ളക്കെട്ടായി മാറിയിരിക്കും. ചേട്ടാ, ഫുള്ള് വെള്ളം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങി. ഇന്നലെ ഒറ്റ മഴയ്ക്ക് രാവിലെ തൊട്ട് പോകുന്ന സമയത്ത് വെള്ളക്കെട്ടില്ല ഈ റോഡിൽ. ഇന്നലെ തോട്ടി വെള്ളമില്ല. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പെയ്താ ഇങ്ങനെ ഇത്തരത്തിൽ വെള്ളം കയറുന്ന 2000 ഉണ്ട് 2 പ്രാവശ്യം കയറിയിട്ടുണ്ട്. 84-ലോ 86-ലോ കണ്ട് കയറി. പെട്ടെന്ന് ഇല്ല ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് കയറുതാ. ഇന്ന് രാത്രി കൊണ്ട് ഇത് മേളിൽ കയറുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക, കടയിലെല്ലാം സാധനം മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ഒത്തിരി നഷ്ടങ്ങൾ വന്നു. ഒത്തിരി നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ, ഒരു മിനിറ്റ്. എന്തായാലും ഈ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ ബസ്സുകളെ ക്രമീകരിച്ച് വിടുന്നുണ്ട്. കാരണം അവിടുന്ന് ആ സൈഡിൽ നിന്ന് പാലാ ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെ തന്നെ വരുന്ന വാഹനങ്ങൾ അതുവഴി വരുന്നുണ്ട്. ആ വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷമാണ് ഇവിടെ നിന്നുള്ള വാഹനങ്ങൾ, കോട്ടയത്ത് നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ദുരിതം പാലായി സംബന്ധിച്ച് ഉണ്ട് എന്നത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. ആശങ്ക മാറും, വെള്ളം ഇറങ്ങിപ്പോകുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വെള്ളം ഓരോ മണിക്കൂർ കഴിയും തോറും വെള്ളം ഇങ്ങനെ കയറി വരുന്നതാണ് പാലായിൽ പറയാനുള്ളത്. കടകൾ ഉൾപ്പെടെ വെള്ളം കയറി കഴിഞ്ഞു. നഗരത്തിലെ കടകൾ പലതും ഇന്ന് അടച്ചിട്ട അവസ്ഥയിലാണ് വെള്ളം കയറിയതിനെ തുടർന്ന്. എന്തായാലും പാലായിൽ സ്ഥിതി ആശങ്കയായി മാറുകയാണ്. പാലായിലും മഴ ഓരോ മണിക്കൂർ കഴിയുന്നതോറും അതിൻ്റെ വെള്ളക്കെട്ടിന് നിരപ്പ് എന്ന് പറയുന്നത് കൂടി വരികയാണ്. പ്രജീഷ്.